ഒരിക്കൽ വിദേശിയായൊരു സന്ദർശകൻ ആനകളെ പരിശീലിപ്പിക്കുന്ന സ്ഥലത്തെത്തി. വലിയ തുമ്പിക്കൈകളും കൊമ്പുകളൊക്കെയുള്ള വലിയ കൊമ്പന്മാർ വെറും തോട്ടിയും വടിയും വടമൊക്കെ കൊണ്ട് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കണ്ടിട്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടിട്ട് പരിശീലനോട് ചോദിച്ചു, ഇത് എങ്ങനെ സാധിക്കുന്നു? അവയ്ക്ക് നിഷ്പ്രയാസം ഇവയെ പൊട്ടിക്കാനും നശിപ്പിക്കാനും കഴിയില്ലേ? അപ്പോൾ പരിശീലകൻ പറഞ്ഞു, ഈ വടവും വടിയും തോട്ടിയൊന്നും പൊട്ടിക്കാനുള്ള ശക്തി തങ്ങൾക്കുണ്ടെന്ന് ആനയ്ക്കറിയില്ല. അവയുടെ അറിവില്ലായ്മയാണ് ഞങ്ങളുടെ വിജയം. ഇത് വലിയൊരു പാഠമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നാം നമ്മുടെ ശക്തിയും കഴിവും ആരോഗ്യവും വിളിയും അല്ലെങ്കിൽ ടാലൻറ്റുകൾ നാം സ്വയം തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ കഴിയൂ. എല്ലാവർക്കും എല്ലാവരുടെ സഹായവും എല്ലാ കാലത്തും ലഭിക്കുകയില്ല. അത് പരിമിതിയുണ്ട്. മാതാപിതാക്കളിലും സഹോദരങ്ങളിലും ഫ്രണ്ട്സിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നൊക്കെ ഒരു പരിമിതിയുണ്ട്. എന്നാൽ ഈ ആനയുടെ ശക്തി അവയ്ക്ക് തിരിച്ചറിയാത്തതുപോലെ നാം ആയാൽ എങ്ങനെയാണ് വളരുക? മറ്റുള്ളവരുടെ വാക്കുകൾക്കും ഉപദേശങ്ങൾക്കും രണ്ടാമത് മാത്രമേ പ്രാധാന്യം കൊടുക്കാവൂ. അതായത് സ്വന്തം അഭിപ്രായം പറയാൻ കഴിവുള്ളവനായിരിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്സിൻ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷിൽ ഓക്സിജൻ, OXIGEN, അതാണ് ഓക്സിജൻ ഇംഗ്ലീഷിൽ. AUXIN ഓക്സിനാണ് ഗ്രീക്ക് പദം. വളരുക അല്ലെങ്കിൽ വർദ്ധിക്കുക എന്ന അർത്ഥം വരുന്നതാണ് ഈ ഓക്സിൻ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ സ്വാഭാവികമായി മനുഷ്യർക്ക് ജീവിക്കാൻ വളരാൻ ഓക്സിജൻ വേണം. ഭൂമിയിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞും ആരും വില കൊടുത്തിട്ട് ഓക്സിജൻ മേടിച്ചിട്ടല്ലല്ലോ ശ്വസിക്കുന്നത്, പ്രകൃതിയിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ലഭിക്കുന്ന അറിവ്, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതും അന്വേഷണത്തിൽ നിന്നാണ്. നമുക്ക് സൗജന്യമായ ഓക്സിജൻ പ്രകൃതിയിൽ ലഭിക്കുന്നത് പോലെ പ്രകൃതിയിൽ നിന്നും പല അറിവുകൾ നിരീക്ഷണത്തിൽ നിന്നും പഠനത്തിൽ കൂടെയും പലതും പഠിക്കും. എന്നാൽ ഇതിനൊന്നും ഉപയുക്തമാകാതെ എനിക്കൊന്നിനെക്കുറിച്ച് അറിയില്ല, എനിക്ക് കഴിവില്ലെന്ന് സ്വയം പറഞ്ഞ് ഇൻട്രോവേർട്ടാകാതെ സ്വയപര്യാപ്തതയിലേക്ക് നമുക്ക് മാറാൻ കഴിയണം. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന പഴമൊഴി മാറി സ്വന്തം ശീലങ്ങളെ മാറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിക്കും. നിബന്ധനകൾക്കും നിർബന്ധങ്ങൾക്കും പരിമിതിയുണ്ട്. നാം എന്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ടുവോ അതിനായി നിലകൊള്ളണം. എന്നാൽ നാം പ്രസിദ്ധരായി തീരും.